പവിത്രത്തിൻ്റെ ഒരു അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫാമിലിയോടൊപ്പം തൊഴാനെത്തുന്ന ശങ്കരനാരായണനെ ഗുണ്ടകൾ തട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. ഇതൊന്നും അറിയാതെ പത്മം ശ്രീയോട് പറയുന്നുണ്ട്, ശ്രീ, അച്ഛൻ കുറച്ചു നേരമായല്ലോ ഫോൺ വന്നെന്നും പറഞ്ഞ് സംസാരിച്ച് അപ്പുറത്തേക്ക് പോയിട്ട് നീ ഒന്ന് ചെന്ന് നോക്ക്, നമുക്ക് പോവാൻ നേരമായില്ലേ, അച്ഛനൊക്കെ ഓഫീസിലേക്ക് പോകാനുള്ള സമയമായി, നീ ഒന്ന് ചെന്ന് നോക്ക് എന്ന് പറയാൻ ശ്രീയും വർഷയും കൂടി അച്ഛനെ നോക്കാനായി അമ്പലത്തിന് അപ്പുറത്തേക്ക് പോകുന്നുണ്ട്. ശ്രീ ആണെങ്കിൽ അച്ഛ അച്ഛ എന്നിങ്ങനെ വിളിച്ചുകൊണ്ട് നടക്കുകയാണ്. വർഷയാണെങ്കിലും അപ്പുറത്തൂടെ തിരഞ്ഞു നടക്കുന്നുണ്ട്. പക്ഷേ സാറിനെ കാണുന്നില്ല. ശ്രീ പറയുന്നുണ്ട്, വർഷ, ഇതിലെന്തോ പന്തികേടുണ്ടല്ലോ, നമുക്ക് അമ്മയോട് പറയാം എന്ന് പറഞ്ഞ് വേഗം മുത്തശ്ശിയുടെ അമ്മയുടെ അടുത്ത് എത്തുന്നുണ്ട്. അമ്മേ, അച്ഛനെ ഞങ്ങൾ ഒരുപാട് തിരഞ്ഞു, പക്ഷെ കാണുന്നില്ല. ഇത് കേട്ടതും പത്മയും നമ്മുടെ മുത്തശ്ശിയും ആകെ പേടിച്ച് വിറച്ചിരിക്കുകയാണ്. മുത്തശ്ശിയും പത്മയും കൂടി കരയാൻ തുടങ്ങി. അയ്യോ ശ്രീ, എന്താ നീ പറയുന്നത്? അച്ഛൻ ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നല്ലോ, പെട്ടെന്ന് എങ്ങോട്ടേക്ക് പോയത്? നമ്മളോട് പറയേണ്ട, അച്ഛൻ എവിടെയും പോവില്ല, നിങ്ങൾ ഒന്നുകൂടെ ചെന്ന് നോക്ക് മക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ വീണ്ടും തിരയാനായി വിടുന്നുണ്ട്. ഇതേ സമയം അമ്പലത്തിൽ നിന്നും വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വേദയും വിക്രമും ബൈക്കിലാണ് പോകുന്നത്. വിക്രം വേദയോട് ചോദിക്കുന്നുണ്ട്, എന്തു പറ്റിയടി, നീ എന്താ വളരെ സൈലൻ്റ് ആയിരിക്കുന്നത്? ഈ സമയമൊക്കെ നീ കലപിലായിന്നിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണല്ലോ. ഞാൻ മിണ്ടാതിരിയടി എന്ന് പറഞ്ഞാൽ പോലും നീ മിണ്ടാതിരിക്കത്തില്ല. നിനക്കിതെന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ്. വേദ പറയുന്നുണ്ട്, അല്ല വിക്രം, ഞാൻ അച്ഛന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതേസമയം ആ വിളക്കണഞ്ഞു, അതാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കേൾക്കുന്ന വിക്രം പറയുന്നുണ്ട്, ഓ, അതൊരു കാറ്റ് വന്നപ്പോൾ അണഞ്ഞതായിരിക്കും വേദേ. നീ ഇങ്ങനെ അതും ഇതുമൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്ന് നിനക്ക് വല്ല പ്രശ്നം ഉണ്ടാവും കേട്ടോ. ഭക്ഷണം കഴിക്കാണ്ട് തല കറങ്ങിക്കൊണ്ടാണ് നീ ഇരിക്കുന്നത്. ഇപ്പം നിനക്ക് അങ്ങനെ വല്ല പ്രശ്നമുണ്ടോ? എന്നാൽ ഇവിടെ എവിടെയെങ്കിലും ഒന്ന് സൈഡാക്കി നിർത്തി വല്ല ജ്യൂസൊക്കെ കുടിച്ച് നമുക്ക് പോവാം. എന്തായാലും വിളക്കണഞ്ഞതിനെ കുറിച്ച് നീ ചിന്തിച്ച് തല പുകയ്ക്കേണ്ട ആവശ്യമില്ല. അതൊരു കാറ്റ് വന്നപ്പോൾ അണഞ്ഞതായിരിക്കും എന്നിങ്ങനെ പറയുന്നുണ്ട് വിക്രം. പക്ഷേ ഇതൊന്നും കേട്ടിട്ട് വേദയ്ക്ക് ഭയങ്കര വിഷമാവുകയാണ്. അവൾക്കറിയാം ഇതിലെന്തോ ഒരു പന്തികേടുണ്ട്, എന്തോ അപശകനമുണ്ട്, അല്ലാതെ ആ വിളക്കണയത്തില്ലെന്ന് വേദയ്ക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ രണ്ടുപേരും കൂടെ വീട്ടിലെത്തുന്നുണ്ട്. വേദയ്ക്ക് നടക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ വേദയെ പിടിച്ചുകൊണ്ട് വിക്രം അകത്തേക്ക് കയറുന്നത്. ഇത് കണ്ട് പത്മയും ശ്രീജയും വേഗം അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. കമലാമ്മയും ശ്രീജയും വരുന്നുണ്ട്. കമലാമ്മ അടുത്തേക്ക് വരുന്നില്ല, കമലാമ്മയുടെ അഭിമാനം സമ്മതിക്കുന്നില്ല. പക്ഷേ നമ്മുടെ വേദയെ കണ്ടതും ശ്രീജ ഓടി വരുന്നുണ്ട്. എന്ത് പറ്റി വിക്രം? വേദയ്ക്ക് എന്താ നടക്കാൻ സാധിക്കുന്നില്ലേ? എന്താ അവൾ വീണോ എന്നൊക്കെ ചോദിക്കുകയാണ്. വിക്രം പറയുന്നുണ്ട്, ചേച്ചി, ഇവളുണ്ടല്ലോ ഒന്നും കഴിക്കാണ്ടയാ അമ്പലത്തിലേക്ക് എന്നും പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നത്. എന്നിട്ട് ഈ നട്ടപ്പറ വെയിലത്തുണ്ടല്ലോ അമ്പലം പ്രദക്ഷിണം വയ്ക്കുകയും ചെയ്തു. എന്തൊരു ചൂടാണെന്നറിയോ ചേച്ചി? ഇവൾ ഇത്രയ്ക്കും പൊട്ടിയാണോ ചേച്ചി? അവളുണ്ടല്ലോ എന്നിട്ട് വയ്യാന്നും പറഞ്ഞുകൊണ്ട് തല കറങ്ങി ഇരിക്കുകയാണ് എന്നിങ്ങനെയൊക്കെ പറയാട്ടോ. വിക്രമിനാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. അവനക്ക് പുറത്തേക്ക് പോകാൻ പറ്റാത്ത വിധത്തിൽ എല്ലാ ദേഷ്യവും തീർക്കുന്നുണ്ട്. എന്നല്ല ഇതെല്ലാം കണ്ടുകൊണ്ട് നന്ദിനി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. വേദയുടെ ഒരു അഭിനയമാണെന്നാണ് നന്ദിനി വിചാരിച്ചിരിക്കുന്നത്. നന്ദിനി പറയുന്നുണ്ട്, കേട്ടോ അമ്മേ, കണ്ടോ ഇവളുടെ അഭിനയം? നന്നായി അഭിനയിക്കുന്നുണ്ട്, സുഖമില്ലാത്തതുപോലെ. നമ്മളെയൊക്കെ കയ്യിലെടുക്കാനുള്ള ഇവളുടെ ആ ഒരു അഭിനയമാണമ്മേ എന്ന് പറയട്ടോ. പക്ഷേ കമലാമ്പ ദേഷ്യപ്പെട്ടുകൊണ്ട് നന്ദിനിയോട് പറയുന്നുണ്ട്, നന്ദിനി, നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? അമ്പലത്തിൽ പോയി വന്നിരിക്കുകയാണ് അവളെക്കുറിച്ച് ഇങ്ങനെയൊന്നും പറയല്ലേ. ഇത് കേട്ടിട്ട് വായി പൊത്തുകയാണ് നന്ദിനി. എന്നിട്ട് പറയുന്നുണ്ട്, അമ്മയുടെ സ്വഭാവം വീണ്ടും മാറിയോ? ഇത് കേട്ട് കമലാമ്മ പറയുന്നുണ്ട്, എൻ്റെ സ്വഭാവമൊന്നും മാറിയിട്ടില്ല, പഴയതുപോലെ തന്നെയാ. പിന്നെ അവൾ അമ്പലത്തിൽ നിന്നും തൊഴുതുകൊണ്ട് വന്നിരിക്കുക, അതും വിഷുവിന് വേണ്ടി. അതുകൊണ്ട് നീ അവളെ ഒന്നും പറയണ്ട, നീ മിണ്ടാതിരിക്കുക എന്നും പറഞ്ഞുകൊണ്ട് കമലാമ്മ അപ്പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ വിക്രമിനൊരു കോള് വന്ന്, ഇതാ വരുന്ന ചേട്ടാ, ഞാനിപ്പോൾ തന്നെ വരാം എന്നും പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി പോവാണ്. വിക്രം നേരെ ചെല്ലുന്നത് വർക്ക്ഷോപ്പിലേക്കാണ്. അവിടെ ചെല്ലുന്ന സമയത്ത് നമ്മുടെ ശ്രീനിവാസൻ സാറ് വിക്രമിനെ കാത്തിരിക്കുകയാണ്. വിക്രം സന്തോഷത്തോടെ ചോദിക്കുന്നുണ്ട്, സാർ എപ്പോൾ വന്നു? ഞാൻ അറിഞ്ഞില്ല കേട്ടോ, ഈ വേദയുണ്ടല്ലോ അവളെയും കൊണ്ട് ഞാനൊന്ന് അമ്പലത്തിൽ പോയിരിക്കുകയായിരുന്നു, അതുകൊണ്ട് കോളൊന്നും എടുക്കാൻ പറ്റിയില്ല സാറേ. എടാ, നിങ്ങൾ സാറിന് ചായയൊക്കെ വാങ്ങിച്ചു കൊടുത്തില്ലേ എന്ന് അനിയൻകുട്ടനോട് ചോദിക്കുന്നുണ്ട് വിക്രം. ഞാൻ ചോദിച്ചത് സാറിനോട്, സാറിനൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ശ്രീനിവാസൻ സാറ് വേഗം വിക്രമിനോട് പറയുന്നുണ്ട്, എടാ വിക്രം, ഇന്നൊരു ന്യൂസ് ഉണ്ട്, അത് നീ അറിഞ്ഞോ എന്ന് ചോദിക്കുക കേട്ടോ. വിക്രം അറിയാത്ത മട്ടില്ല, ഇല്ല അറിഞ്ഞിട്ടില്ല വിക്രം. അറിയാത്തതുകൊണ്ട് തന്നെ ശ്രീനി സാറിനോട് പറയുന്നുണ്ട്, ഇല്ല സാറേ, ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ, പ്രത്യേകിച്ച് എന്തെങ്കിലും. ഉടനെ തന്നെ ശ്രീനിവാസൻ സാറ് പറയുന്നുണ്ട്, എടാ, ജസ്റ്റിസ് ശങ്കരനാരായണനുണ്ടല്ലോ, അതായത് നിൻ്റെ വേദയുടെ അച്ഛൻ, അദ്ദേഹത്തെ കാണാനില്ല. ഇത് കേട്ട് വിക്രമാകെ പകച്ചു നിൽക്കുകയാണ്. അപ്പോൾ രാജേട്ടൻ ചോദിക്കുന്നുണ്ട്, എടാ വിക്രം, അപ്പോൾ വേദൻ നിന്നോട് ഇതൊന്നും പറഞ്ഞില്ലേ?
അപ്പോൾ വിക്രം പറയുന്നുണ്ട്, ഇല്ല ഇല്ല രാജേട്ടാ, നിങ്ങളിതാ ഇപ്പോൾ ഒരുമിച്ചല്ലേ അമ്പലത്തിൽ നിന്ന് തിരിച്ച് വീട്ടിൽ വന്നത്. അവൾക്ക് അങ്ങനെ ഒരു കോളേ വന്നിട്ടില്ല, ഉണ്ടെങ്കിൽ എന്നോട് പറയുമായിരുന്നു. അപ്പോൾ രാജേട്ടൻ ഇനി എന്ത് ചെയ്യും വിക്രം എന്ന് ചോദിക്കുന്നുണ്ട്. അല്ല സാർ, ഇതിന് പിറകിൽ ആരായിരിക്കുമെന്ന് വിക്രം ചോദിക്കുകയാണ് ശ്രീനി സാറിനോട്. ശ്രീനി സാർ പറയുന്നുണ്ട്, ആരാ ഇതിന് പിറകിലൊക്കെ സെൻട്രൽ വരെ പവർ ഇരിക്കുന്ന ആൾക്കാരാണ്, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, വലിയ വലിയ മുതലാളിമാരാണെന്നാണ് കേട്ടത്. പ്രത്യേകിച്ച് കോർപ്പറേറ്റീവ് കമ്പനിക്കാരായിരിക്കും. ഇവിടെ ഭരിക്കുന്നത് അവരാണ്, പക്ഷേ ആരും അറിയത്തില്ല അതിന് പിറകിലാണെന്ന്. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതിന് പിറകിൽ ആരാണെന്ന് ശരിക്കു പോലും അറിയത്തില്ല. എന്തായാലും വിക്രം, നീ ഇതിന് പിറകെ പോണ്ട, അതുകൂടി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെയും കാത്തിരുന്നത്. ഇത് കേൾക്കുന്ന വിക്രം ആകെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ്. പെട്ടെന്ന് വിക്രം നമ്മുടെ ശ്രീനിവാസ് സാറിനോട് പറയുന്നുണ്ട്, അതെ സാറേ, അതെങ്ങനെ എന്നെ ജയിലിൽ നിന്ന് രക്ഷിച്ചത് അദ്ദേഹമല്ലേ, അതെങ്കിലും ഞാൻ ഓർക്കണ്ടേ സാറേ. അത് കേൾക്കുന്നത് ശ്രീനിവാസൻ സാറ് പറയുന്നുണ്ട്, എടാ നിനക്കറിയാലോ, ഇതൊന്നും ഇപ്പോൾ ആലോചിച്ചിട്ട് ഒരു കാര്യമില്ല, അത്തരത്തിലുള്ളൊരു സെൻറ്റിമെൻറ്റ്സും ഇതിൽ പോകത്തില്ല. അവരൊക്കെ വലിയ വലിയ ആളുകളാണ്, നമുക്ക് ഏറ്റുമുട്ടാൻ പറ്റത്തില്ല, നമ്മൾ കുടുങ്ങിപ്പോകും. അതാ നിന്നോട് പറയുന്നത്. നീ ഈ ഭാഗത്തേക്ക് ചിന്തിക്കുക വേണ്ട. വേദം നിന്നോട് പറയും ചിലപ്പോൾ രക്ഷിക്കാൻ, പക്ഷേ നീ കേൾക്കാത്ത മട്ടിൽ നടന്നോളണം. എടാ അറിയാലോ, ഞാൻ പറഞ്ഞത് കേട്ടോളണം നീ എന്ന് പറഞ്ഞ് താക്കീത് ചെയ്യാണ് വിക്രം. എന്ത് പറയണം ശ്രീനി സാറിനോട് എന്ന് അറിയാണ്ടേ ശ്രീനി സാറിനോട് എന്ത് മറുപടി പറയണമെന്ന് അറിയാതെ നിൽക്കുകയാണ്. എന്നിട്ട് ശരി എന്നുള്ള മട്ടിൽ മനസ്സില്ല മനസ്സോടെ വിക്രം ഇങ്ങനെ തലയാട്ടുകയാണ്, ഓക്കെ എന്നുള്ള മട്ടിൽ. വേദയാണെങ്കിൽ അച്ഛനെ കാണാത്ത വിവരമൊന്നും അറിഞ്ഞിട്ടില്ല. വേദ അമ്പലത്തിൽ നിന്നും കൊണ്ടുവന്ന പ്രസാദം എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. ഇത് എടുത്തോളൂ എന്നും പറഞ്ഞ് നന്ദിനിക്കും എല്ലാവർക്കും അച്ഛൻ സന്തോഷത്തോടെ കുറിയൊക്കെ എടുത്ത് നെറ്റിയിൽ തൊടുന്നുണ്ട്. എന്നിട്ട് അമ്മയുടെ നോക്കുക കേട്ടോ, കമലാമ്മയെ ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്നിട്ട് ശ്രീജയുടെ അടുത്ത് ചെല്ലുകയാണ് വേദ. ശ്രീജേച്ചി, അമ്മയ്ക്ക് പ്രസാദം കൊടുക്കൂ, ഞാൻ കൊടുത്താൽ അമ്മ സ്വീകരിക്കില്ല, ചേച്ചി കൊടുത്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് കയ്യിൽ കൊടുക്കുകയാണ്. അങ്ങനെ ശ്രീജ കമലാമ്മയ്ക്കും കൊണ്ടു കൊടുക്കുന്നുണ്ട്. എന്നാൽ മാഷ് വേദയോട് പറയുന്നുണ്ട്, കുട്ടി, ഭക്തിയും വ്രതവുമെല്ലാം നല്ലത് തന്നെയാണ്, പക്ഷേ നീ നിൻ്റെ ശരീരവും കൂടി സൂക്ഷിക്കണം. നിൻ്റെ കമലാമ്മ കണ്ടല്ലോ, ഇതൊന്നും ചെറുപ്പകാലത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല, നിന്നെപ്പോലെ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ഈ പ്രായമായപ്പോഴേക്കും പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ ഇങ്ങനെ അസുഖക്കാരിയായിരിക്കുന്നത്. എന്തായാലും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കുട്ടി എന്ന് പറയാണ്. ശരി അച്ഛ എന്ന് വേദയും പറയുന്നുണ്ട്. പിന്നീട് ശ്രീജ വേദയുടെ കൈ പിടിച്ചുകൊണ്ട് ഓടി മുറ്റത്തേക്ക് ഇറങ്ങുക കേട്ടോ. ഇത് നമ്മുടെ നന്ദിനി കാണുന്നുണ്ട്. നന്ദിനി പിറകെ ചെല്ലുന്നുണ്ട്. എന്നിട്ട് വാതിലിന് പിറകിലിങ്ങനെ ഒളിച്ച് നിന്ന് ഇവർ സംസാരിക്കുന്നത് എന്താണെന്ന് ഒളിഞ്ഞു നിന്ന് കേൾക്കുകയാണ്. വേദയും ശ്രീജയുമാണെങ്കിൽ ഇത് കണ്ടിട്ടുമില്ല. അങ്ങനെ ശ്രീജ ചോദിക്കുന്നുണ്ട്, വേദേ, നീ വിക്രമിനോടൊപ്പം പോയിട്ട് എങ്ങനെയുണ്ടായിരുന്നു? ഉഷാറായിരുന്നോ? എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചത് എന്നിങ്ങനെ സന്തോഷത്തോടെ ചോദിക്കുക കേട്ടോ. വേദയാണെങ്കിൽ അതിനെന്താ ചേച്ചി, നന്നായിരുന്നു. ഇന്ന് ഞങ്ങൾ അമ്പലത്തിൽ പോയപ്പോൾ എന്തൊക്കെ സംഭവിച്ചെന്ന് അറിയാമോ? നന്നായി പ്രാർത്ഥിച്ചു കേട്ടോ. വിക്രമാണെങ്കിൽ നന്നായി എന്നോടൊപ്പം സഹകരിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ പുറത്ത് കല്ലെല്ലാം തറയെല്ലാം നല്ല ചൂടായിരുന്നു ചേച്ചി. വിക്രമാണെങ്കിൽ വെള്ളം കോരിക്കൊണ്ടുവന്ന് അവിടെ എല്ലാം ഒഴിച്ചു, എൻ്റെ ദേഹത്ത് കൂടേക്ക് വെള്ളം ഒഴിച്ചു തന്നു, അതുകൊണ്ട് എനിക്ക് ചൂട് അറിഞ്ഞതേയില്ല എന്നിങ്ങനെ പറയുന്ന സമയത്ത് നമ്മുടെ നന്ദിനി ഇങ്ങനെ ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നത് ശ്രീജ കാണുന്നുണ്ട്. വേദയ്ക്ക് സിഗ്നൽ കൊടുക്കുക കേട്ടോ. നമ്മുടെ നന്ദിനി അവിടെ നിൽപ്പുണ്ട് എന്ന് ഇങ്ങനെ കണ്ണുകൊണ്ട് കാണിക്കുന്നുണ്ട് ശ്രീജ. ഇത് മനസ്സിലാക്കി വേദ ഇങ്ങനെ അഭിനയിക്കുക കേട്ടോ. പിന്നീട് അങ്ങോട്ട് തകർത്ത് അഭിനയിക്കുക, നന്ദിനിക്ക് കുറച്ച് കൊള്ളട്ടെ എന്ന് വിചാരിച്ച്. ശ്രീജേച്ചിക്ക് അറിയാവോ, ഈ വിക്രമുണ്ടല്ലോ, ഇവിടെ കാണുന്ന ആളൊന്നുമല്ല, പുറത്തു പോയാൽ എന്നോട് എന്തൊരു സ്നേഹമാണെന്നറിയാമോ ചേച്ചിക്കറിയോ? ഞാൻ തല കറങ്ങി വീണു. അപ്പോൾ ഈ വിക്രമുണ്ടല്ലോ, എന്നെ 2 കൈയിലും കോരി എടുത്തോണ്ടാണ് നടന്നിരുന്നത്. എല്ലാവരും കണ്ടു നോക്കി നിൽക്കുകയായിരുന്നു. പിന്നെ വരുമ്പോൾ ജ്യൂസ്, പലഹാരം എല്ലാം വാങ്ങിച്ചു തന്നു ചേച്ചി. എന്തൊരു സ്നേഹമാണെന്നറിയോ?